നിയമ സംഹിതയുടെ ചരിത്രത്തിലാദ്യമായി ഗവർണറോ പ്രസിഡന്റോ ഒപ്പിടാതെ സുപ്രീം കോടതിയുടെ ഇടപെടലിന്റെ ഭാഗമായി അതിനെല്ലാം നിയമപരമായി ഭരണഘടനാപരമായിട്ട് കൃത്യതയോടുകൂടി സുപ്രീം കോടതി തന്നെ കൃത്യമായി നിയമനിർമ്മാണത്തിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. അത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായമാണ്. ഇന്നേവരെ ഗവർണറുടെയോ പ്രസിഡന്റിന്റെയോ ഒപ്പില്ലാതെ ഒരു ബില്ല് നിയമമാകുന്ന അവസ്ഥ ഉണ്ടായിട്ടില്ല. അപ്പോൾ നിയമവാഴ്ച ഇന്ത്യയിലെ ഫാസിസ്റ്റ് പ്രവണതകൾക്കിടയിലും ഓപ്പറേറ്റ് ഹിന്ദുത്വവൽക്കരണ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഈ പശ്ചാത്തലത്തിലും നിയമവാഴ്ചയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സുപ്രീം കോടതിയുടെ ഈ വിധിയിലൂടെ ഈ രാജ്യം മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനെതിരായ ചില പ്രതികരണങ്ങൾ കേരളത്തിലെ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. 2 ജഡ്ജിമാരെ പാർലമെന്റ് പാസാക്കിയിട്ടുള്ള ഭരണഘടനാപരമായിട്ടുള്ള നിയമങ്ങൾ അത് വ്യാഖ്യാനിക്കാനും വിശദീകരിക്കാനും മതിയാവുമോ? 2 ജഡ്ജിമാർ പറയുന്നതാണോ ശരി എന്നെല്ലാമുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഭരണഘടനാപരമാവണം. ഗവർണറായാലും പ്രസിഡന്റായാലും പ്രധാനമന്ത്രിയായാലും ജുഡീഷ്യറിക്ക് അതിന്റേതായ ഇടപെടൽ നടത്താനുള്ള ശേഷിയുണ്ട് എന്നിപ്പോൾ ഒന്നുകൂടി വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. ആ സാഹചര്യത്തെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുകയാണ്. തെറ്റായ രീതിയിൽ കാവ്യവൽക്കരണത്തിന്റെ അജണ്ട വെച്ച് ഗവർണർമാരെ ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുള്ള നിലപാടുകൾ നല്ലതുപോലെ തിരുത്തപ്പെടുന്നു എന്നുള്ളതാണ് ഇന്നുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. സുപ്രീം കോടതിയുടെ നിലപാടിനെ അങ്ങേയറ്റം ശ്ലാഘിക്കുകയാണ്. ഇതാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത്. വിധി ആശ്വാസകരമാണ് എന്ന് പറയുമ്പോൾ പോലും ആശ്വാസകരമല്ല, ഞാൻ ആ പദവി ഉപയോഗിച്ചിട്ടില്ല. ആശ്വാസകരമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിയമനിർമ്മാണ സഭയുടെ അധികാരത്തിലേക്ക് കടന്നു കയറുകയാണ് സുപ്രീം കോടതി. സുപ്രീം കോടതി അങ്ങനെ കടന്നു കയറി എന്ന് പറയുന്ന ഒരു കാര്യമില്ല. നിയമസഭ അല്ലെങ്കിൽ പാർലമെന്റ് പാസാക്കുന്ന നിയമത്തെ ഏതെങ്കിലും ആളുകളുടെ ഇച്ഛക്കനുസരിച്ച് അതിനെ തടഞ്ഞുവെക്കാനോ വർഷങ്ങളോളം നീട്ടിക്കൊണ്ടുപോകാനോ ഭരണഘടനയിൽ ദിവസം പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ മാസം പറഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ട് അതിനെ ഉപയോഗപ്പെടുത്താനോ ഉള്ള ശ്രമത്തെയാണ് സുപ്രീം കോടതി ഫലപ്രദമായിട്ട് ഇപ്പോഴും ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് നേരിട്ടത്. പക്ഷേ വയനാട്ടിലെ DCC ട്രഷറർ ആത്മഹത്യ ഉണ്ടായിരുന്നു. ഇന്നലെ അവരുടെ കുടുംബാംഗങ്ങൾ ഇന്നലെ കോൺഗ്രസ് നേതാക്കളെ കാണാനെത്തിയിട്ടുണ്ടായിരുന്നു. കൊടുത്ത വാക്ക് പാലിച്ചില്ല. ഇതുവരെ അവരുടെ ബാധ്യതകൾ ഏറ്റെടുക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അതെ, അതിപ്പോഴും ഇന്നത്തെ പത്രത്തിലാണ് കാണുന്നത്. ഇന്നലെ DCC ഓഫീസിന്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് നേതാക്കന്മാരൊക്കെ എത്തിയപ്പോൾ അവരെ കാണുന്നതിന് വേണ്ടി വിജയന്റെ കുടുംബാംഗങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ KPCCയുടെ വയനാട് ജില്ലാ ട്രഷററുടെ കുടുംബാംഗങ്ങളൊക്കെ വന്നു എന്നാണ് കണ്ടത്. ന്യായമായിട്ട് മര്യാദ അനുസരിച്ച് ആ കുടുംബം ഒരു ആത്മഹത്യയിലേക്ക് മുഴുവൻ കുടുംബാംഗങ്ങളും മാറാതിരിക്കണമെങ്കിൽ അവർക്ക് ആവശ്യമായ സഹായം ചെയ്തു കൊടുത്തേ പറ്റൂ. കോൺഗ്രസ് അത് ചെയ്തു കൊടുക്കണം എന്ന് തന്നെയാണ് ഞാൻ ആ വീട്ടിൽ പോയപ്പോഴും പറഞ്ഞത്. ഇപ്പോഴും അത് തന്നെയാണ് പറയുന്നത്. അതാണ് അത് സംബന്ധിച്ചുള്ള കാര്യം. അത് പറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ് കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കും.